ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പുഷ്പക വിമാനം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സിജു വിൽസനാണ് നായകനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാലു വർഗീസ് ഉണ്ട്, ധീരജ് ദന്നി, മനോജ് കെ യു, നമ്രത എം വി എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ആക്ട്രസ് ലെനയുണ്ട്. അതുപോലെ തന്നെ ബേസിലുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അത്യാവശ്യം നല്ലൊരു കാസ്റ്റ് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. സിജു വിൽസൺ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രസമായിട്ട് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടം 19-ാം നൂറ്റാണ്ടാണ് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അതിലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ നല്ല രസമായിരുന്നു. അതുപോലെ ഈ ഒരു സിനിമയുടെ ട്രെയിലറിലുള്ള ആക്ഷൻ സീക്വൻസുകൾ കാണാനും അതുപോലെ തന്നെ ട്രെയിലർ കട്ടിംഗ് ഒക്കെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക, ഇംപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ VB ഫസ്റ്റ് ഷോ കാണാൻ പോയത്. ഒരു 15-20 പേര് മാക്സിമം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ കഥ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കഥാനായകൻ മന്ദം മന്ദം ബ്ലറായിട്ട് നടന്നു വരികയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കഴിഞ്ഞ് മൂപ്പര് വയ്യാണ്ട് പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ബേസിലിനെ കണ്ടുമുട്ടുന്നു. ബേസിലിൻ്റെ അടുത്ത് കഥ പറയുന്നതാണ് സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. കഥ തുടങ്ങുന്ന സമയത്ത് എവിടെയും സിങ്കാവാത്ത രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുടെ പെരുമഴ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ചറ പറ എന്ന് പറഞ്ഞിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഇടുന്നത്. അതും ഭയങ്കര ലൗഡായിട്ടുള്ളൊരു സാധനം. പടം തുടങ്ങുന്ന സമയത്ത് ക്രെഡിറ്റൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് പരിപാടി വരുന്നുണ്ട്. അത് അത്യാവശ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാം, ഒരു വെറൈറ്റി സാധനമൊക്കെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ഒരു സാധനം ഒരു സിങ്കാവാത്ത രീതിയിൽ, ഈവൻ ലവ് സോങ് അടക്കം എനിക്ക് ആക്ച്വലി ഒരു തരത്തിലുള്ള ഒരു സമാധാനം തന്നിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ രാജാണ് മ്യൂസീഷ്യൻ. മൂപ്പര് അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന സിനിമയിൽ തള്ളിയതിന് ശേഷം ഇങ്ങേരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ അങ്ങനെ കാണാറില്ല. ഈ ഒരു സിനിമയ്ക്കകത്തും അങ്ങേര് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. മുമ്പ് ഞാൻ പറയാറുണ്ടായിരുന്നു ഗോപി സുന്ദറിന്റെ മറ്റേ കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഒച്ചപ്പാടെടുത്തിട്ട് തലവേദന എടുപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അതുപോലത്തെ കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങേര് യാതൊരു സിങ്കാവാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് ഇട്ട് വെച്ചിട്ട്. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഈ പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും പാട്ടുകളൊക്കെയാണ്. ആവശ്യമില്ലാതെ വരുന്ന കുറേ പാട്ടുകൾ, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരുപാട് ക്യാരക്ടറുകൾ. എനിക്ക് ആകെപ്പാടെ പ്രാന്ത് പിടിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ആർക്ക്, അതായത് ഒരു സിനിമേനെ 3 ആർക്കാക്കിയിട്ട് തിരിക്കുമ്പോൾ അതിലത്തെ ഫസ്റ്റ് ആർക്ക് ഒരു രക്ഷയില്ലാണ്ട് എനിക്കെങ്ങനെ എണീറ്റ് പോയാലോ എന്നൊക്കെ തോന്നിയ രീതിക്കായിരുന്നു ഇതിന്റെ ഫസ്റ്റത്തെ ആ ഒരു ആർക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ആർക്കിലേക്ക് വരുന്ന സമയത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇന്റർവെൽ പോർഷനോട് അടുപ്പിച്ച് ഒരു ട്വിസ്റ്റ് ഇടുന്നുണ്ട്. ആ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, മാനാട് വൈബൊക്കെ പിടിക്കാനായിട്ട് അവർ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സിജു വിൽസൺ ഇതിന്റെ ഒരു പ്രൊമോഷൻ എന്ന രീതിക്ക് തന്നെ ഒരു എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട്, തിയേറ്ററിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് ഇട്ടിട്ടുള്ള വീഡിയോയിൽ ടൈം ലൂപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു സംഭവം ഇത് എങ്ങനെയൊക്കെ തിരിയുന്നുള്ളതൊക്കെ. ഏതാണ്ട് അതുപോലൊക്കെ തന്നെ മാനാട് വൈബൊക്കെ പിടിക്കാനൊക്കെ നോക്കി. മാനാടിന്റെ ലീഗ് വേറെ, ഇത് എന്ന് പറയുന്നത് ഒരു 144 ഈ മാനാട് എന്നൊക്കെ പറയാവുന്ന രീതിക്കുള്ളൊരു പരിപാടി. കെട്ടുറപ്പില്ലാത്ത നല്ലൊരു സ്ക്രിപ്റ്റിന്റെ ബലമില്ലാത്തൊരു കഥയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. 1 മിനിറ്റിന്റെ ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ല രസമായിരുന്നു. പക്ഷെ ആ 1 മിനിറ്റ് എനിക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഞാൻ ഇനി കാണില്ല എന്ന് തീരുമാനിക്കാനുള്ളൊരു ചാൻസ് ആയിട്ട് ഞാൻ എടുക്കുമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തൊക്കെ അരോചകങ്ങളുടെ അങ്ങേ അറ്റം കാണിച്ച സാധനങ്ങൾ തന്നെ കാണിച്ച് വെറുപ്പിക്കുക. അപ്പം മാനാടിലാണെന്നുണ്ടെങ്കിലും കാണിച്ച സാധനങ്ങൾ കാണിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് വെറുപ്പിക്കുന്നില്ല. പടയെന്ന് പറഞ്ഞിട്ട് നീങ്ങുന്നുണ്ട്. ഇതിനകത്ത് അവിടെ മുതൽക്ക് അവസാനം വരെ നമ്മൾ വീണ്ടും കാണണം. എനിക്ക് പ്രാന്തെടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഇങ്ങേരുടെ ഒരു ലൗഡായിട്ടുള്ള കുറേ മ്യൂസിക്കും കാര്യങ്ങളും. അതുപോരാണ്ട് ഇതിൽ ഒരു പോൾ വർഗീസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു നടൻ, തീരെ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരു ചങ്ങായി. എൻ്റെ അമ്മ എമ്മാതിരി വെറുപ്പിക്കലായിരുന്നു എന്നറിയാം. അത് പോരാണ്ട് എൻ്റെ അമ്മ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച കുറേ സാധനങ്ങൾ കാട്ടവരാതെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. എൻ്റെ പൊന്നോ സഹിച്ചിരിക്കാൻ പറ്റില്ല. അത് പോരാണ്ട് ക്ലൈമാക്സിൽ ബമ്പർ ട്വിസ്റ്റ്, ആ ബമ്പർ ട്വിസ്റ്റ് ഒക്കെ എൻ്റെ പൊന്നെ അങ്ങായി ഒരു 20 കൊല്ലം മുമ്പ് നിങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെയും രസം ഉണ്ടാവും. ആകെ എനിക്കൊരു ആശ്വാസമായിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് തോന്നിയിട്ടുള്ളത് ബേസിലിൻ്റെ ഒരു ക്യാരക്ടർ മാത്രമാണ്. അല്ലാത്ത പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് എടുത്തു പറയാനുള്ളൊരു പെർഫോമൻസ്, സിജു വിൽസന്റെ ഫിസിക്കൊക്കെ നല്ല രസമായിട്ടുണ്ട്. പക്ഷെ അങ്ങേരെ കൊണ്ട് ഒരു തേങ്ങയും കാണിക്കാൻ അത്തരത്തിലുള്ളൊരു സ്ക്രിപ്റ്റും തേങ്ങയും വാങ്ങിയൊക്കെയാണ്. പിന്നെ ഒരു കൊള്ളാവുന്നൊരു കാര്യം, സിനിമാട്ടോഗ്രാഫി കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഇത് ടൈം ലൂപ്പിൻ്റെ ഇത് സംഭവം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഷോട്ടിൽ അങ്ങനെ ഇന്ന ഷോട്ടിൽ ഇങ്ങനെ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യിക്കുന്ന രീതിയിൽ കുറേ ഷോട്ടുകൾ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്.
അതെനിക്ക് എന്തോ ഒരു വലിയൊരു ബോറടി ആയിട്ടാണ് തോന്നിയത്. അതായത് അമ്മാമ്മമാർ ഷട്ടിലൊക്കെ കളിക്കാൻ നിൽക്കുന്നതൊക്കെ അതിൻ്റെ ഇടയിൽ ക്യാമറയൊക്കെ വെച്ച് നിൽക്കുന്നതും അങ്ങനെ എന്തോ കുറേ പരിപാടികൾ ഒരു ഇതിൽ പിടിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇത് ടൈം ലൂപ്പിൻ്റെ ആണ് ഈ നേരത്തെ ചാൻസിൽ അവർ ഇങ്ങനെയാണ് ചെയ്ത് കിട്ടുക എന്ന് പറയാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് വീണ്ടും 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 കാണുന്ന സമയത്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ തോന്നി. ലെനേനൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് പെർഫോം ചെയ്യാനുള്ള യാതൊരു സ്കോപ്പും ഇല്ലാതെ പുകയാക്കി കളഞ്ഞു എന്നുള്ളത് കാണിക്കുന്ന സമയത്തുണ്ടല്ലോ സങ്കടം തോന്നി. ആർക്കും പെർഫോമൻസ് അതുപോലാണ്ട് വേറെ വലിയൊരു വെറുപ്പിക്കൽ എന്ന് പറയുന്ന ഒരു സാധനം മനോജ് കെയുവിൻ്റെ ഇതുകൊണ്ടാണ് ഹരിദാദ ആ ഒരു ക്യാരക്ടർ യജ്ജാതി വെറുപ്പിക്കൽ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെ, അദ്ദേഹം നല്ലൊരു ആക്ടറായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു കാട്ടവരാതെ പിടിച്ച റോളൊക്കെ ചെയ്യിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, മൊത്തത്തിലാകെ മൂഞ്ചി തെറ്റിയ ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഒച്ചയും വിളിയും തലവേദനയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോരാം. OTT വന്നാൽ നിങ്ങൾ ഫുൾ അടിച്ചു വിട്ട് കാണുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാട്ടോ, പോകണ്ടെന്ന് ഞാൻ പറയില്ല. നല്ലൊരു തോട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്, പക്ഷെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ ആ ഒരു തിരക്കഥയിൽ നല്ല രീതിയിൽ പാളിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.